ഇന്ന് നല്ല നെയ്മീൻ കിട്ടി. നിർവാണയല്ല, നിർവാണയൊക്കെ നിങ്ങൾ എപ്പോഴും കഴിച്ചിട്ടുണ്ട്, അതും തരുന്നില്ല. നിർവാണയല്ല. അപ്പോൾ ഇതൊരു കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഫ്രഷസ്റ്റ് ഇവിടുന്ന് ഏറ്റവും കിട്ടിയ കിങ് ഫിഷിന്റെ ഒരു സ്ലൈസ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ ഒരു ടർമറിക് ബ്ലാക്ക് പെപ്പർ മാരിനേഷനിൽ ബട്ടറിനകത്ത് ഗ്രില്ല് ചെയ്ത് തരികയാണ്. ജസ്റ്റ് ഗ്രിൽ ഫിഷ്, ഒരു ഹെൽത്തി. അന്ന് ഭയങ്കര ഞാൻ ഒടിച്ച് ഞാനിപ്പോൾ ഡയറ്റിങ്ങിലാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു മാത്രം. എന്നിട്ട് കണ്ട് കല്യാണത്തിനൊക്കെ ഇരുന്ന് ബിരിയാണിയൊക്കെ അടിക്കും, എല്ലാം കഴിയും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഫിഷ് മറിനേഷൻ ചെയ്യാനായിട്ട് പോകും. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കുറേ കഥകളൊക്കെ നമ്മൾ വേറെ പറയുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിക്കുന്നു. ഷെഫ് പിള്ളേന്റെ ഫുഡ് കിട്ടുമ്പോൾ എല്ലാ ദിവസവും ഡയറ്റ് ചെയ്താലും കുഴപ്പമില്ല. കുറച്ച് ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പർ, ലേശം ടർമറിക്, കുറച്ച് ഗാർലിക്, ചോപ്പ് ഗാർലിക്, ഇഞ്ചി, കറി ലീവ്സ്, നാരങ്ങ പിഴിഞ്ഞു. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യട്ടെ. അധികം സ്പൈസ് ഇല്ല, കാരണം നമ്മുടെയൊക്കെ മീൻ പൊരിച്ചെന്ന് പറയുമ്പോൾ ഒത്തിരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ആണ്. ഇത് ജസ്റ്റ് ബ്ലാക്ക് പെപ്പർ, സോൾട്ടും പിന്നെ ഈ ഒരു ഗാർലിക്കിന്റെയും ജിഞ്ചറിന്റെയും ഫ്ലേവറാണ്. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് മറിനേറ്റ് ചെയ്തു. ആക്ച്വൽ ഹെൽത്തി ഡയറ്റിലെ ഫിഷ് ആണ് നമ്മളിന്ന് കഴിക്കാൻ. ആദ്യം ഓയിലിൽ ഇതൊക്കെ മിക്സ് ചെയ്യും അല്ലേ? ജസ്റ്റ് ഒരു കോക്കനട്ട് ഓയിൽ ഒഴിച്ചതേ ഉള്ളൂ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിലിനകത്ത് ഒഴിക്കാം. ഇതൊരു 5 minutes മാത്രം മതി. വേണമെങ്കിൽ നമുക്ക് ബട്ടറിൽ ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ ഓയിലും ചെയ്യാം. ഇത് ഇത്തിരി ബട്ടറിൽ തന്നെ ഇരിക്കട്ടെ. നിങ്ങളൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. I just want an opinion from you, or a suggestion from you. Okay, നമ്മളെല്ലാം ട്രാവലേഴ്സിന് പൊതുവെ എല്ലാ കൈൻഡ് ഓഫ് ഫുഡിലേക്ക് അഡാപ്റ്റഡ് ആവാൻ പറ്റാത്തവർക്ക് എന്തായിരിക്കും ഒരു ഈസി സർവൈവൽ ടെക്നിക് ഫുഡിന്റെ ടേംസിൽ ഫോർ യു? അത് നമ്മുടെ ഒരു ലോക്കൽ, സാധാരണ എല്ലാവരും ഇപ്പൊ പറയാ ബി ലോക്കൽ. ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ലോകം ഒത്തിരി മാറി. പണ്ടാണ് കിട്ടാത്തത്. ഇപ്പൊ ഒരു ഇന്ത്യൻ ഫുഡ് മാത്രം കഴിക്കുന്ന കുറെ ആൾക്കാർ. ഇപ്പൊ പാരീസിൽ പോയിട്ട് ഹോളിഡേയിലൊക്കെ പോകുന്നവർ ആദ്യം മലയാളി റെസ്റ്റോറന്റ് ഊണ് കിട്ടുന്ന കടയുണ്ടോ എന്ന് പറഞ്ഞ് തിരക്കി പോകുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അതൊക്കെ ഒന്ന് മാറിയിട്ട് എല്ലാവരും അവിടുത്തെ ഒരു ലോക്കൽ ക്വിസിൻ എന്താണെന്ന് തിരിച്ചറിയാം. ആ സ്ഥലത്ത് കിട്ടുന്ന പച്ചക്കറി ഉണ്ടാവും, ആ സ്ഥലത്ത് കിട്ടുന്ന മീറ്റിന്. ഇപ്പൊ ഈവൻ ചിക്കൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, പക്ഷെ അവിടെ ഗ്രോ അപ്പ് ആയിട്ടുള്ളതാണെങ്കിൽ ആ ക്ലൈമറ്റിൽ വളർന്ന ചിക്കൻ വേറെ. അപ്പൊ അതൊക്കെ ആളുകളൊക്കെ ഇപ്പൊ തിരിച്ചറിയാൻ തുടങ്ങി. പച്ചമുളകാണ് ഇപ്പൊ അതിനകത്ത് കുറച്ചിട്ടു. കറിവേപ്പിലയും കൂടെ ഇട്ടുന്നു. എണ്ണയും ബട്ടറും കൂടെ ഒരു ജസ്റ്റ് ഇതിനെ ഒന്ന് എവാപ്പറേറ്റ് ചെയ്തെടുക്കുവാണ് നമ്മള്. എന്റെ വയല് ടൈറ്റാനിക് മുങ്ങും. കുക്കിംഗ് ടൈം എത്രയാണ്? ഒരു 3 minutes, മാക്സിമം 4 minutes. ഇപ്പൊ ഇത്രയും മതി. ഇത് ഓൾറെഡി ആ ബട്ടറിനകത്ത് സോട്ട് ആയിട്ട് അതിന്റെ ഗ്രില്ല് ആ ഒരു സൈഡിൽ. ഇനി അതിപ്പോ എനിക്ക് കഴിഞ്ഞ കഴിക്കാൻ കിട്ടും. ആരും കൊതി പറ്റരുത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ നിങ്ങളുടെ മനസ്സിൽ ധ്യാനിച്ച് അതിനകത്ത് കുറച്ച് ഞാൻ സ്ലൈസ് ചെയ്തിട്ട് ക്യാരറ്റ്, അതുപോലെ കുറച്ച് കുക്കുംബർ ആൻഡ് ഓണിയൻസ്. ഓൾവേസ് നല്ല അടിപൊളി മലയാളി ഫുഡ്. ഫിഷ് റെഡി ആയി കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പ്ലേറ്റ് ചെയ്യുന്നു. ബട്ടർ, ഈ ബട്ടർ ഭയങ്കര ടേസ്റ്റ്. നിങ്ങൾ പൊളിയാണ് കേട്ടോ. അത് ഓൾറെഡി അറിയാം. പക്ഷെ ഇത്രയും ക്വിക്കായിട്ട് ഈസിലി നമുക്കിപ്പോ വീട്ടിൽ കുറെ ഗസ്റ്റ് വന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മളുടെ ജാട എന്തായിരിക്കും. ബട്ട് ഇറ്റ്സ് സോ ഈസി. കണ്ട ഇറ്റ് ലുക്സ് വെരി ഡിഫിക്കൾട്ട്. പൂജിത, ദേ ബട്ടർ, ഗാർലിക്, ഗ്രിൽ, ടർമറിക്, കിങ് ഫിഷ്, a simple salad.